Alhamdulillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون ബഹുമാനവും ഏറെ സ്നേഹവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ നമ്മുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകരുമായ ജഗനിയന്താവിൻ്റെ കൽപ്പനകൾ കണ്ണടയുന്നതുവരെ പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നാമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാവുന്ന പോലെ പുണ്യമാസമാകുന്ന വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിലാണ് നോമ്പുകാരായി നമ്മൾ ജുമുഅക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഈ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ്, നമ്മളേറെ സന്തോഷത്തിലാണ്. കാരണം നന്മയുടെ സന്ദേശവുമായി നാം ഏറെ കാത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹീതമായ റമദാൻ വന്നെത്തുകയും മാത്രമല്ല അതിൻ്റെ ദിനരാത്രങ്ങളെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ആയുരാരോഗ്യത്തോടുകൂടി ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് അല്ലാഹു അവസരം നൽകി. അൽഹംദുലില്ലാഹ്, ആ സന്തോഷത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഹിജ്റ 2-ാം വർഷം ശഅബാൻ 2-ന് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ ഞാൻ ആമുഖമായി ഓതിക്കേൾപ്പിച്ച് തുടങ്ങിയ 183 മുതൽ 188 വരെയുള്ള 5 ആയത്തുകളാണ് നോമ്പുമായി പരാമർശിക്കുന്ന വചനങ്ങൾ. ആ ആയത്തുകൾ നമ്മളൊന്ന് പരിശോധിക്കണം, അതിൻ്റെ പരിഭാഷ നമ്മളൊന്നെടുത്ത് വായിക്കണം. പ്രിയപ്പെട്ടവരെ, റമദാൻ വരുമ്പോൾ ഒന്നാമത് അള്ളാഹുവിൻ്റെ വിളംബരം, പ്രസ്താവന, അറിയിപ്പാണ് നമ്മൾ കാതോർക്കേണ്ടത്. അതാണ് ഈ 5 ആയത്തുകൾ. സൂറത്തുൽ ബഖറയിലെ 183 മുതൽ തുടങ്ങുന്ന 5 ആയത്തുകൾ, തുടർച്ചയായ 5 ആയത്തുകൾ അള്ളാഹു നമ്മളെ അറിയിക്കുന്ന റമദാനുമായി ബന്ധപ്പെട്ട നോമ്പുമായി, നോമ്പിൻ്റെ ദിനരാത്രങ്ങളുമായി, നോമ്പിൻ്റെ അച്ചടക്കങ്ങളുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് ആദ്യമായി നമ്മൾ കേൾക്കേണ്ടത്. അള്ളാഹു നമ്മളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ. ആ വിളി തന്നെ എന്നെയും നിങ്ങളെയും മാത്രം പേരെടുത്ത് വിളിക്കുന്നതിന് സമാനമാണ്. അതിവിടുത്തെ മറ്റു പൊതുജനങ്ങൾക്ക് ബാധകമല്ല. അങ്ങനത്തെ വിളി ഖുർആനിലുണ്ട്. യാ അയ്യുഹന്നാസ്, യാ ഖൗം എന്നൊക്കെ വിളിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ ഈ വിളി ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്ത് മുസ്ലിമായി ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും നേർക്ക് നേരെ പേരെടുത്ത് വിളിക്കുന്നതിന് തുല്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ. കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പിതാ ഇന്നു മുതൽ നിർബന്ധമാക്കി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. നോമ്പ് നിങ്ങളുടെ മേൽ ഫറലാക്കി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നോമ്പ് നിർബന്ധമല്ലാത്ത കാലത്ത് അവതരിക്കുന്ന ആയത്താണ് നമ്മൾ ഈ കേൾക്കുന്നത്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മാത്രമല്ല നോമ്പുണ്ടായിരുന്നത്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപാട് സമുദായങ്ങളിലും സമൂഹങ്ങളിലും പ്രവാചകന്മാരിലും ഉമ്മത്തുകളിലും നോമ്പുണ്ടായിരുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ നിങ്ങളുടെയും മേൽ ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന, നിർദ്ദേശം വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ആ ജനതയ്ക്ക് 40 ദിവസം നോമ്പ് അനുഷ്ഠിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിനും നോമ്പും സക്കാത്തും നമസ്കാരവും ഉണ്ടായിരുന്നുവെന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. എന്തിനധികം നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലും മുൻകഴിഞ്ഞ പല സമുദായങ്ങളിലും മുസ്ലിങ്ങളിൽ മാത്രമല്ല മറ്റു മതങ്ങളിലും വേദങ്ങളിലും ഒക്കെ നോമ്പുണ്ട്. പല രൂപത്തിലാണ്, പല രീതിയിലാണ്, പല സമീപനത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ച നോമ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ നോമ്പിന്റെ ലക്ഷ്യം നേടാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ നോമ്പിന്റെ ലക്ഷ്യം
ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെല്ലാവരും മുത്തഖീങ്ങളായി തീരലാണ്, നിങ്ങളെല്ലാവരും ഭക്തിയുള്ളവരാവാൻ വേണ്ടിയാണ്, നിങ്ങൾ സൂക്ഷ്മതാ ബോധമുള്ളവരായി മാറാൻ വേണ്ടിയാണ്. അള്ളാഹു കൃത്യമായിട്ട് നോമ്പിന്റെ ലക്ഷ്യം, അജണ്ട നിശ്ചയിച്ച് പറയാണ്. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമാകണം നോമ്പ് എന്നതാണ് ഇസ്ലാമിന്റെ വ്രതാനുഷ്ഠാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അടുത്ത ആയത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും വലിയ അത്ഭുതം കാണാൻ പറ്റും. തൊട്ടടുത്ത ആയത്ത് അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നോമ്പുള്ളത്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. 29 30 ഇത് പെട്ടെന്ന് തീരും. 4 വെള്ളിയാഴ്ചയാണ് ആകെ റമദാനിലുള്ളത്. ഫമൻ കാന മിൻകും മരീലൻ ഔ അലാ സഫർ, ആ റമദാനിൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ, ആർക്കെങ്കിലും പ്രയാസകരമായ യാത്ര അതല്ലെങ്കിൽ രോഗം അതുണ്ടായാൽ നിങ്ങൾക്ക് ഈ കൽപ്പന കൊണ്ട് നിങ്ങളാരും പ്രയാസപ്പെടേണ്ടതില്ല. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ നിങ്ങളത് നോറ്റ് വീട്ടിയാൽ മതിയാകും. നോക്കൂ നിങ്ങൾ, പടച്ചോന്റെ ഒരു കാരുണ്യം, പടച്ചോന്റെ ഒരു ഇടപെടലേ. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ എണ്ണം പിടിച്ചുകൊണ്ട് നോറ്റ് വീട്ടിയേ മതിയാകൂ. യാത്ര കഴിഞ്ഞു വന്നാൽ, രോഗം ഭേദമായാൽ ആ നോമ്പ് നോൽക്കണം. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, ആർക്കെങ്കിലും വല്ലാതെ ഞെരുങ്ങിക്കൊണ്ട് മാത്രമാണ്, വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് നോമ്പെടുക്കാൻ കഴിയുക എന്ന പ്രയാസകരമായ അവസ്ഥയുണ്ടായാൽ ഫിദിയത്തുൻ തആമു മിസ്കീൻ, സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി, ഫിദിയ പകരം കൊടുത്താൽ മതി എന്നാണ്. നോക്കണം നിങ്ങൾ, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന്റെ കാരുണ്യം നമ്മളൊന്ന് പരിശോധിക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. അശുദ്ധി ബാധിച്ച സ്ത്രീകൾക്കൊഴികെ ബാക്കിയുള്ള എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. എന്നാൽ അവരും മറ്റു ദിവസങ്ങളിൽ നോറ്റ് വീട്ടണമെന്ന് കൃത്യമായി ഇസ്ലാം ഇടപെട്ട് പറയാൻ. സ്ത്രീകളുടെ വിഷയം, രോഗികളുടെ വിഷയം, യാത്രക്കാരുടെ വിഷയം. എന്നാലും ഒഴിവില്ല എന്നർത്ഥം. ഇമാം ദഹബി തന്റെ കിതാബിൽ പറയുന്നുണ്ട്, 6 അദ്ദേഹം വൻ പാപങ്ങൾ എഴുതപ്പെട്ട ഒരു കിതാബാണ് അദ്ദേഹം എഴുതിയത്. അതിൽ 6ാമത്തെ വൻ പാപമായി മഹാനവറുകൾ എഴുതിയത് കാരണമില്ലാതെ നോമ്പെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വൻ പാപങ്ങളിൽപ്പെട്ട നരകശിക്ഷയ്ക്ക് വിധേയമാകുന്ന വലിയ കുറ്റകരമായ കാര്യമാണ് എന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനെ അറിയുന്ന റബ്ബിന്റെ ഇടപെടൽ. രോഗിയായാൽ പ്രയാസപ്പെടണ്ട, യാത്രക്കാരനാണെങ്കിൽ പ്രയാസപ്പെടണ്ട, പിന്നീട് നോറ്റ് വീട്ടുക. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ, മാറാവ്യാധി അതല്ലെങ്കിൽ ഗർഭിണികൾ അതല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീകൾ, വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ച് ഇനി ഒരിക്കലും ആരോഗ്യത്തോടെയുള്ള ജീവിതം തിരികെ വരില്ല എന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ അവർ ഫിദിയ, പ്രായശ്ചിത്തം നൽകിയാൽ മതി എന്ന് ഇസ്ലാം പറയാണ്. അതാണ് ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്. പാവപ്പെട്ടവർക്കത്, നമ്മൾ കഴിക്കുന്ന ഒരു ആഹാര ധാന്യത്തിന്റെ വില ഒരു സാധുവിന് ഒരു നോമ്പിന് കണക്കാക്കി നമ്മൾ കൊടുക്കുക. കൂടുതലായാലും അതിൽ പ്രശ്നമല്ല, അത് ദാനധർമ്മത്തിന്റെ പട്ടികയിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരിക്കലും നോമ്പെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള രോഗികൾ, അവർ നോറ്റ് വീട്ടാൻ കഴിയില്ലെന്ന് ഉറപ്പായാൽ അവർ ഫിദിയ കൊടുത്തുകൊണ്ട് ആ നോമ്പിന്റെ ഹുർമത്ത് അവർ വീണ്ടെടുക്കുകയാണ്. ഇങ്ങനെ ഇളവുണ്ട്. എന്നാലും ഈ ഇളവൊക്കെ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് അടുത്ത ആ ഭാഗത്തുള്ള ആയത്തിന്റെ പരാമർശം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന പരാമർശമാണ്.
ഇൻ കുന്തും തഅലമൂൻ. നിങ്ങൾ നോമ്പെടുക്കൽ തന്നെയാണ്. ഇളവുകളുണ്ടെങ്കിലും മറ്റു ദിവസങ്ങളിൽ നോറ്റുവിട്ടാമെന്ന ആനുകൂല്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫിദിയ എന്ന പ്രായശ്ചിത്തം അല്ലാഹു അനുവദിച്ചിട്ടുണ്ടെങ്കിലും വഅൻതസൂമൂ ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കൽ തന്നെയാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. നോമ്പെടുക്കൽ തന്നെയാണ് ഉത്തമം. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, ജ്ഞാനമുള്ളവരാണെങ്കിൽ, കാഴ്ചപ്പാടുള്ളവരാണെങ്കിൽ, നോമ്പിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണെങ്കിൽ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവും പരിജ്ഞാനവും ഉള്ളവരാണെങ്കിൽ നോമ്പെടുത്തുകൊണ്ട് പുണ്യം നേടൽ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183, 84 രണ്ടായത്തുകളാണ് ഓർമ്മപ്പെടുത്തിയത്. തുടർന്നുള്ള ആയത്തിലും അതിൻ്റെ ക്രമങ്ങളും അതിൻ്റെ മര്യാദകളും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പഠനത്തിനും വായനക്കും വിധേയമാക്കണമെന്നാണ് ഈ സദസ്സിനെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് 1-ാമത്തെ വിളംബരം നോമ്പിനെ കുറിച്ച് അള്ളാഹുവിൻ്റെതാണ്. അതാണ് ഇപ്പൊ നമ്മൾ കേട്ടത് ഖുർആനിൽ നിന്ന്. 2-ാമത്തെ വിളംബരം റമളാനായാൽ ഫനാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് പോലെ, പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ അറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്നത് പോലെ, ഫനാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാത്? ആകാശലോകത്ത് നിന്ന് അള്ളാഹു നിയോഗിച്ച മലക്കുകളാണ്. എന്താ വിളിച്ചു പറയണത്? ആ അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കണം. അതൊന്ന് മനസ്സിരുത്തി കേൾക്കണം, ഒന്ന് ആലോചിക്കണം. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി ഒന്ന് മുന്നോട്ട് വാ. വയാ ബാഗിയ ശർരി അഖ്സിർ ഔ അദ്ബിർ, തിന്മ ആഗ്രഹിക്കുന്ന സഹോദര, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദര ഒന്ന് നിർത്തിക്കള, ഒന്ന് മതിയാക്കിക്കള, ഒന്ന് പിന്തിരിഞ്ഞള. ഇത് റമളാനാണ്. സുബ്ഹാനല്ലാഹ്. മലക്കുകളുടെ വിളംബരാണ് 2-ാമതായി നമ്മൾ കേൾക്കുന്നത്. നന്മ ആഗ്രഹിക്കുന്നവനെ മുന്നോട്ട് വാ, തിന്മ ആഗ്രഹിക്കുന്നവനെ ഒന്ന് നിർത്തിക്കള. ഇത് റമളാനാണ് വന്നിക്കണത് എന്നാണ്. അതുകൊണ്ട് മാറണം പ്രിയപ്പെട്ടവരെ. റമളാനിൽ നന്നാവണം. മാറ്റത്തിന് നിമിത്തമാകാൻ റമളാൻ കാരണമാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ആഖിബത്ത് കിട്ടി മരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നവരാരോ വരൂ, റമളാൻ അവർക്കുള്ള അവസരമാണ്. അതാണ് ഈ വിളംബരം. വല്ല ആളുകളും തിന്മ ചെയ്തുകൊണ്ട് പിന്നിട്ട കാലങ്ങളിൽ ജീവിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മനഃപൂർവം ചെയ്തതാണെങ്കിലും ദുർബല നിമിഷങ്ങളിൽ ചെയ്തു പോയതാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബയുടെ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ ലഹരിക്കടിമപ്പെട്ട ആളുകൾ, പലിശക്കണിയിൽ പെട്ടുപോയ ആളുകൾ, എന്തിനധികം ഇസ്ലാം പഠിപ്പിക്കുന്ന സാമ്പത്തിക വിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന ലോട്ടറി പോലും നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ സജീവമാണ്. ഹറാമാണ്. ലോട്ടറി ഹറാമാണ്, പലിശ ഹറാമാണ്. ലോൺ എടുക്കലേ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടുക, പൊറുക്കലിനെ തേടുക. ഖുർആൻ ഒരു ഇളവുമില്ലാതെ പറഞ്ഞ പച്ചയായ ഹറാമാണ്, നിഷിദ്ധമാണ് റിബ, പലിശ എന്ന് പറയുന്നത്. അതുപോലെ ലഹരിയിലൊന്നും ഒരിളവുമില്ല. ഇത് മയപ്പെടുത്തി പറയാൻ ഒരു വകുപ്പും കാണില്ല. ഇതിപ്പോ ജനകീയമായിക്കൊണ്ടിരിക്കാൻ വ്യാപകമാണ്. ആരാപ്പ അതൊക്കെ അല്ലാതെ ജീവിക്കണമെന്നൊക്കെ എല്ലാവരും പറയലുണ്ട്. പക്ഷെ മയപ്പെടുത്തി പറയാൻ പ്രിയപ്പെട്ടവരെ, ഖുർആനിലോ ഹദീസുകളിലോ ഒരു വചനം നമുക്ക് കാണില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, തീർച്ചയായും ചൂതാട്ടങ്ങളും ഇത്തരം ലഹരികളും വൃത്തികേടുകളും ഹറാമാണ്. അല്ലാഹു വിലക്കിയതാണ്. ജീവിതത്തിൽ നിങ്ങളത് വിലക്കിയേ മതിയാകൂ. നിങ്ങൾ വിജയികളാവാൻ അനിവാര്യമാണത്. അത് വിലക്കേർപ്പെടുത്തിയേ മതിയാവൂ. അതിൽ നിന്ന് മാറി നിന്നാലേ വിജയികളാകൂ എന്ന് അല്ലാഹു കൃത്യമായിട്ട് വിളിച്ചു പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പിന്മാറുക.
അങ്ങനെ ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് തിന്മകളിൽ നിന്നും ദുശ്ശീലങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഈ റമദാനിൽ ഒരു നല്ല വിശ്വാസിയായി മാതൃകാപരമായ ജീവിതം നയിച്ച് മാറ്റത്തിന്റെ റമദാനാക്കി ഈ റമദാനിനെ നമുക്ക് മാറ്റാൻ പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നന്മകളുടെ പ്രത്യേകത എന്താ അറിയോ? നന്മകൾക്ക് പ്രതിഫലമുണ്ട് നമുക്കൊക്കെ അറിയാം. റമദാനായാൽ നന്മകൾക്ക് ഇരട്ടികളാണ് പ്രതിഫലം. അള്ളാന്റെ വാഗ്ദാനാണ്, പടച്ചോന്റെ വാഗ്ദാനം. ഒരു നന്മക്ക് 1 മുതൽ 10 മുതൽ 70 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. കാരണം നോമ്പുകാരനാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോമ്പ് നോറ്റിട്ടാണ് നമസ്കാരത്തിന് വരുന്നത്, നോമ്പ് നോറ്റാണ് ഖുർആൻ ഓതുന്നത്, നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് അയാൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് നന്മകളൊക്കെ ചെയ്യണത്. അതുകൊണ്ട് ഇരട്ടി അള്ളാഹു പ്രതിഫലം തരികയാണ്. എന്നിട്ട് ആ വിശദീകരണത്തിനിടയിൽ അള്ളാന്റെ റസൂല് പറയാണ്, ഇല്ല സിയാം, നോമ്പിന് 700മല്ല പ്രതിഫലമുള്ളത്, അസ്സൗമുലി വഅനാ അജ്സി ബിഹി, നോമ്പ് എനിക്ക് വേണ്ടിയാണ് എൻ്റെ ദാസൻ നോറ്റത്. അതിന്റെ പ്രതിഫലം പറയുന്നില്ല, അതിന് ഞാൻ നേരിട്ട് കൊണ്ട് തന്നെ നേർക്ക് നേരെ ഞാൻ തന്നെ നേരിട്ട് പ്രതിഫലം നൽകും. മാഷാ അല്ലാഹ്, അള്ളാഹു നേരിട്ട് പ്രതിഫലം കൊടുക്കുന്നു. ഓരോരുത്തരും ഈ ഇരിക്കണ 500 ആളുകളുടെയും നോമ്പിന്റെ ത്യാഗവും പ്രയാസവും 500 രീതിയിലാണ്. കഷ്ടപ്പാട് സഹിച്ച് ജോലി ചെയ്ത് നോമ്പെടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ജോലിക്കിടയിലും നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ആ ത്യാഗത്തിനൊക്കെ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നതാണ് ഈ പറയുന്നത്. നോമ്പിന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത്, ഞാനാണ് ഏറ്റവും നന്നായി നൽകാൻ യോഗ്യനായിട്ടുള്ളത്. എൻ്റെ ദാസന്റെ പ്രയാസങ്ങൾ ഞാനാണ് അറിയാൻ അല്ലാഹ് നേരിട്ട് പറയാൻ. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, വേറെയും ഹദീസുകളിലൂടെ പറയുകയാണ്, അതിന് മറ്റൊരു പ്രതിഫലവുമില്ല സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലമല്ല. അല്ലാഹു ആ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രത്തോളം സഹിക്കേണ്ടുന്ന ദീർഘമായ സ്വകാര്യമായ ഒരു ഇബാദത്ത് വേറെയില്ല. നോമ്പുണ്ടെന്ന് അള്ളാഹ്ക്കാണ് അറിയേണ്ടത്, അള്ളാഹിനെയാണ് അറിയിക്കേണ്ടത്. പടപ്പുകൾ അറിയിക്കേണ്ട ആവശ്യമല്ല. അതുകൊണ്ട് നേരിട്ട് അള്ളാഹുവാണ് പ്രതിഫലം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കുക നോമ്പുകാരായ നമ്മൾ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയും. പോകുന്ന ലോകത്ത് സ്വർഗം കിട്ടണം. ആ സ്വർഗം നേടലാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനുള്ള അവസരമായി വിശുദ്ധ റമദാനിന്റെ ഈ ദിനരാത്രങ്ങളെ നമ്മൾ കാണണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ 2ാമത്തെ വിളംബരം മലക്കുകളുടേതാണ്. 3ാമത്തെ വിളംബരം ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ അന്ത്യപ്രവാചകനായ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയായ മഅ്സൂമായി ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയ, നേർക്ക് നേരെ അല്ലാഹുവിന്റെ പരിരക്ഷണം അല്ലാഹു നൽകി ആദരിച്ച നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയിപ്പുകളാണ്, വിളംബരാണ്. റസൂലുള്ള പറയാൻ, അതാകും റമളാൻ, ഇതാ റമളാൻ സമാഗതമായിരിക്കുന്നു, നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ഷഹ്റു ബറക്കത്തിൻ, ഇത് ബറക്കത്തിന്റെ മാസമാണ്. ഷഹ്റു ബറക്ക എന്നാണ്. ഷഹ്റു ബറക്ക, ബറക്കത്തിന്റെ ബറക്കത്തുള്ള മാസം എന്നാണ്. അള്ളാന്റെ റസൂലാണ് പറയേണ്ടത്. അള്ളാന്റെ അറിയിപ്പ് പ്രകാരം കതബല്ലാഹു അലൈക്കും സിയാമ, ഈ നോമ്പ് ഈ മാസത്തിലാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ മാസത്തിൽ നോമ്പെടുക്കുക സഹോദരങ്ങളെ. അള്ളാന്റെ റസൂലിന്റെ വിളംബരം തീർന്നില്ല. ഫയൻസിലുർ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു ഇറക്കുന്ന മാസമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തൊക്കെ അല്ലാഹു ചൊരിയുന്ന മാസം. ഇദാ ജാ റമളാൻ, റമളാൻ സമാഗതമായാൽ ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. നമ്മൾ കാണാത്തൊരു അത്ഭുതം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരാണ്. എന്താണത്? ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളൊക്കെയും തുറക്കപ്പെടും. വഉല്ലിഖത്ത് അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ മുഴുവൻ ബന്ധിക്കപ്പെടും. 3 അത്ഭുതം. സ്വർഗ്ഗങ്ങളുടെ കവാടമൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്.
40 വർഷം വഴിദൂരം നടന്നെത്താവുന്ന അത്രയ്ക്ക് വ്യാപ്തിയുള്ളതാണ് സ്വർഗത്തിന്റെ കവാടം. ഒരു കവാടം. ആ കവാടങ്ങളൊക്കെയും തുറന്നു വെച്ചുകൊണ്ടാണ് അള്ളാഹു സ്വർഗം തരാമെന്ന് റമദാനിലൂടെ നമുക്ക് മുമ്പിൽ വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മളോളം നഷ്ടക്കാരാരാണ്? മാത്രമല്ല, നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു പാപമോചനം തരാം, നിങ്ങൾക്ക് എല്ലാം പുറത്തു തരാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം അല്ലാഹു ബന്ധിച്ചു, അടച്ചുപൂട്ടി. പിശാചാണ് മനുഷ്യനെ വഴിപഴപ്പിക്കുക. ആ പിശാചിനെ അല്ലാഹു ചെങ്ങലക്കിട്ടു, അല്ലാഹു പിടിച്ചു നിർത്തി. ഇനി നമ്മളായിട്ട് അതിനെ അഴിക്കരുത്, നമ്മളായിട്ട് നരകം തുറക്കണ പണി ഉണ്ടാക്കരുത്. റമദാനിന്റെ പവിത്രതകളെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അത്ഭുതമാണ് ഈ മാസം നടന്നുകൊണ്ടിരിക്കുന്നത്, അത്ഭുതം. 3 വിളംബരം ശ്രദ്ധയിൽപ്പെടുത്തി, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മാത്രം. പ്രിയപ്പെട്ടവരെ, അത്ഭുതം നടക്കുകയാണ് ഈ മാസം. അതുകൊണ്ട് ഈ മാസം കൊണ്ട് വിജയിക്കാൻ നമുക്ക് കഴിയണം. കരുതലോടെ, ജാഗ്രതയോടെ നമ്മൾ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തണം. റമളാനു മൗസിമു തഅത്തിൻ വഇബാദത്തിൻ വതറഫുഇൻ അൻ ദില്ലത്തിൽ ഇജ്റാമി. റമളാൻ അനുഗ്രഹത്തിന്റെ, പുണ്യത്തിന്റെ വസന്തോത്സവമാണ്. ശഹറുൻ കരീമുൻ ലാ യുഖാസു ലിഗൈരിഹി ഫീഹിൽ കുനൂസു വകുല്ലു ഖൈരിൻ യൻസിലു. ഈ മാസത്തോട് തുലനം ചെയ്യാൻ മറ്റൊരു മാസമില്ല. എല്ലാ നന്മകളും, എല്ലാ പുണ്യങ്ങളും, അള്ളാഹുവിൻ്റെ എല്ലാ ഓഫറുകളും തൻ്റെ അടിമകൾക്ക് മുമ്പിൽ കാരുണ്യത്തോടെ അള്ളാഹു തുറക്കപ്പെട്ട മാസമാണിത്. എത്ര അർത്ഥവത്തായ കവിതാശകലാണ്. അതാറമലാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. റമളാൻ ഇതാ വന്നെത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭക്തരായ ദാസന്മാർക്ക് ഇതൊരു വല്ലാത്ത കൃഷിയിടമാണ്, വല്ലാത്ത കൃഷിയിടമാണ് റമളാൻ. ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. എല്ലാ തിന്മകളിൽ നിന്നും തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ അള്ളാഹു നൽകിയ അവസരം, അതുകൊണ്ട് പരമാവധി സമ്പാദിക്കുക എന്നാണ് ആ കവിതയുടെ ആശയം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മടക്കയാത്രക്കുള്ള വിഭവം ഒരുക്കുക പ്രിയപ്പെട്ടവരെ റമദാനിൽ നിന്ന് എന്ന കവിതാശകലത്തിൽ നമുക്ക് വായിക്കാൻ കഴിയാണ്. അതുകൊണ്ട് മനസ്സും ശരീരവും പാകപ്പെടുത്തുക. ഭക്തിയുടെ ഉത്സവകാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ജീവിത തിരക്കുകൾക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി തിരിച്ചു പിടിക്കാൻ അള്ളാഹു നൽകുന്ന ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഹജ്ജിന് പോകുമ്പോൾ എന്തൊരു സന്തോഷകരം. 8 ലക്ഷത്തോളം രൂപ ഇന്ന് ഹജ്ജിന് ചെലവാണ്. ആ 6-7 ലക്ഷം 8 ലക്ഷത്തോളം രൂപ അയാൾ ഉണ്ടാക്കിയിട്ട് 1.5 മാസം ത്യാഗോജലമായ ഇബാദത്തിനാണ് പോണത്. എന്നിട്ടും ആ പോകുന്ന ആളുടെ ആവേശവും ഉത്സാഹമൊക്കെ, സന്തോഷമൊക്കെ നമ്മൾ കാണാറുണ്ട്. കാരണം ജീവിതത്തിൽ അയാൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് അയാൾ ആ ഹജ്ജിനെ കാണുന്നത്. കാരണം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ശുദ്ധമായ ശിശുവിൻ്റെ ഹൃദയവുമായിട്ട് അയാൾ പാപമുക്ത അവസരം നേടിക്കൊണ്ടാണ് അയാൾ മടങ്ങി വരുന്നത്. ആ സന്തോഷം ഈ ഹജ്ജിന് പോണോടത്തും പറഞ്ഞാൽ എന്താ അറിയോ, എല്ലാ ഒരുക്കങ്ങളുണ്ടെങ്കിലും തഖ്വ കൂടെ കരുതണമെന്നാണ്. നിങ്ങൾ ഏറ്റവും നല്ല യാത്രാ ഭക്ഷണം കരുതണേ, അത് തഖ്വയാകുന്ന യാത്രാ ഭക്ഷണമാണ്. തഖ്വയാകുന്ന യാത്രാ ഭക്ഷണം കരുതണേ എന്നാണ്. ഏറ്റവും നല്ല യാത്രാ വിഭവം എന്ന് പറയുന്നത് ഭക്തിയാണ്. അപ്പൊ കളങ്കപ്പെടുത്തുന്ന, ഹജ്ജിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും ആ ഹജ്ജ് യാത്രയിൽ സംഭവിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തില് വുളുവെടുത്ത് ഖിബിലക്ക് തിരിഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നത് വരെ ആ നമസ്കാരത്തില് മേൽപോട്ട് നോക്കാൻ പാടില്ല, നാലോറം നോക്കാൻ പാടില്ല, മറ്റു ചിന്തകൾ വരാൻ പാടില്ല. സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ഓർമ്മയിലാണ് നമസ്കരിക്കേണ്ടത്. അള്ളാഹുവുമായിട്ടുള്ള രഹസ്യ സംഭാഷണമാണ് ഞാൻ നടത്തുന്നത് എന്നാണ് നമസ്കരിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ വേറെ ചിന്തകളും സംസാരങ്ങളും
ആലോചനകളും പോലും പാടില്ല എന്ന് ചുരുക്കം. ഇനി നോമ്പുകാരനാണെങ്കിലോ സുബഹി മുതൽ മഗ്രിബ് വരെ നീണ്ടു നിൽക്കുന്ന ഈ നോമ്പിൽ പ്രിയപ്പെട്ടവരെ ഒരു ഇബാദത്തിലാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. ഞാനൊരു ഇബാദത്തിലാണ്, നോമ്പ് എന്ന ഇബാദത്തിലാണ്. ആ ഓർമ്മ നമ്മുടെ ആന്തരികാവയവങ്ങൾക്കും ആമാശയത്തിനും വായക്കും വരെ ഉണ്ടാവണം. അതേപോലെ മനസ്സിനും ചിന്തക്കും കണ്ണിനും കാതിനും നോമ്പാക്കി മാറ്റണം. ഹറാമായ വൃത്തികെട്ട ഒരു തിന്മകളിലേക്കും ഇല്ല നോമ്പുകാരനായി ഞാനില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന്, നോമ്പുള്ളവനോ ഇല്ലാത്തവനോ ആകട്ടെ, ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് വൈൻ ശാത്തമഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി സ്വായിമുൻ, ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും പ്രഹരിക്കുകയോ വേദനിപ്പിക്കുകയോ അതല്ലെങ്കിൽ ശണ്ട കൂടുകയോ ബഹളം വെക്കുകയോ ഇങ്ങോട്ട് വന്ന് തെറി വിളിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താൽ ഫൽയഖുൽ, നിങ്ങൾ പറയേണ്ട പ്രതികരണം ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നോമ്പാണ് എന്ന് നമ്മൾ പ്രതികരിക്കണം. ഈ പ്രതികരണമാണ് റമളാൻ നോമ്പുകാരനായ നമ്മൾ ഓരോരുത്തരും എത്ര വലിയ പ്രതിസന്ധികളിലും രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ വരെ നമ്മൾ ആലോചിച്ചുകൊണ്ട് മാത്രമേ പ്രിയപ്പെട്ടവരെ സംസാരിക്കാവൂ. അതുകൊണ്ട് നോമ്പുകാരനാണ് എന്നുള്ള ഓർമ്മയിലാണ് നോമ്പുകാരന്റെ എല്ലാ ഇടപാടുകളും. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് പരാമർശിച്ച ഒന്നാമത്തെ ആയത്തിൽ നോമ്പിന്റെ ലക്ഷ്യം പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെല്ലാവരും സൂക്ഷ്മതാ ബോധമുള്ളവരായി മാറലാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നോമ്പിനെ കുറിച്ചുള്ള പരാമർശം അവസാനിപ്പിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 5-ാമത്തെ നോമ്പ് പരാമർശ ആയത്തുകളുടെ അവസാനത്തിലും പരാമർശിക്കുന്നത് ലഅല്ലഹും യത്തഖൂൻ, ഇങ്ങനെയൊക്കെ നോമ്പെടുത്താൽ അവർ ഭക്തരായി മാറിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസ്താവന അള്ളാഹു അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ തിന്മകളും വ്യാപിച്ച ചുറ്റുപാടിൽ എങ്ങനെ ജീവിക്കണം, മാത്രമല്ല മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ എപ്രകാരമാണ് പാകപ്പെടുത്തേണ്ടത് എന്നത് കൃത്യമായി നോമ്പുകാരനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഇത്. പക്ഷേ ഒരു മാസക്കാലം നമ്മൾ ഈ നോമ്പിലൂടെ, വിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളിലൂടെ, ആരാധനകളിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയെടുക്കുന്നത് ആ ഒരു തഖ്വ എന്ന റീചാർജിംഗ് ആണ്. അത് ഉറപ്പുവരുത്തുക, നിത്യജീവിതത്തിൽ പരമാവധി നന്മകൾ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد, ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി റബ്ബിൻ്റെ കൽപ്പനകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. قال النبي صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. وأيضا قال النبي صلى الله عليه وسلم من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. രണ്ട് ഹദീസുകളാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയത്. ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്നാഗ്രഹിച്ച് ഈമാനോടുകൂടി ആരാണോ നോമ്പെടുത്തതെങ്കിൽ, ആരാണോ രാത്രി ഖിയാമുൽ ലൈൽ തറാവീഹ് നമസ്കരിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവർക്ക് മാപ്പാക്കി പുറത്തു കൊടുക്കുമെന്നാണ് അള്ളാന്റെ റസൂൽ നോമ്പുകാരായ നമുക്ക് നൽകിയിട്ടുള്ള സന്തോഷ വാർത്ത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തറാവീഹിലൂടെ നോമ്പ് തുറന്നാലുള്ള ക്ഷീണം അവഗണിച്ച് തറാവീഹ് സുദീർഘമായി പള്ളിയിൽ നടക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം അതിലുണ്ടാവണം. ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്.
അതുകൊണ്ട് മുഴുവൻ നോമ്പുമെടുക്കാനുള്ള തീരുമാനമാണ് ഒന്നാമതായി ഈ വിശുദ്ധ റമദാനിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയിൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ മന്ത്രിക്കേണ്ടത്. രണ്ടാമത്, തറാവീഹിന് ആവേശപൂർവം പള്ളികളിൽ കുടുംബസമേതം അങ്ങാടിക്ക് പോകാറുണ്ട്, ഷോപ്പിങ്ങിന് പോകാറുണ്ട്, മണിക്കൂറുകളും പണവും ചെലവഴിക്കാറുണ്ട്, നമ്മുടെ സമയവും ചെലവഴിക്കാറുണ്ട്. എന്തിനധികം എല്ലാ യാത്രകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. കുടുംബസമേതം അള്ളാന്റെ പള്ളിക്ക് ഈ സഹോദരിമാരുടെ വരെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്നിട്ടാണ് നമസ്കരിക്കാറുള്ളത്. ആ പള്ളിയിലൊന്ന് പോയി നമസ്കരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ശ്രമിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കെന്ത് മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ആത്മാർത്ഥമായി നമ്മുടെ സഹോദരിമാർ വരെ ഒന്ന് ആലോചിക്കണം. അതുകൊണ്ട് തറാവീഹിന് കൃത്യമായി ക്ഷീണം അവഗണിച്ചുകൊണ്ടും പ്രിയപ്പെട്ടവരെ പള്ളികളിൽ ഹാജരാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് നമുക്ക് എടുക്കാനുള്ള തീരുമാനം, പ്രതിജ്ഞ. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഫർള് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ താല്പര്യപൂർവം എവിടെയാണോ നമ്മളുള്ളത് ആ ബാങ്ക് വിളിച്ചാൽ ആ പള്ളിയിൽ ഹാജരാവുക. ജോലി സ്ഥലത്താണെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ പോകാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ജമാഅത്തായി ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ നമ്മൾ തീരുമാനിക്കുക. 27 ഇരട്ടിയാണ് പ്രതിഫലം. റമദാനിൽ അതിൻ്റെയും മീതിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. നാലാമതായി പറയാനുള്ളത്, എല്ലാ റവാത്തിബ് സുന്നത്തുകളും പതിവാക്കുക. ഫർള് നമസ്കാരത്തിന് ഒന്നുമെടുത്ത് പള്ളിയിൽ കയറിയാൽ ഇനിയുണ്ട് 2-3 മിനിറ്റ്. ആ 3 മിനിറ്റ് കൊണ്ട് നിർവഹിക്കാവുന്ന 2 റക്അത്ത് സുബഹിന്റെ മുമ്പ്, 2 റക്അത്ത് ളുഹറിന്റെ മുമ്പ് ശേഷം, 2 റക്അത്ത് മഗ്രിബിന് ശേഷം, ഇശാഇന് ശേഷം, അങ്ങനെ മുഅക്കദായ ആ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ പ്രിയപ്പെട്ടവരെ ചുരുങ്ങിയത് അതെങ്കിലും ഒന്ന് നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ പതിവാക്കുക. പിന്നെ ഈ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിച്ച മാസമാണ്. അതുകൊണ്ട് ആ ഖുർആൻ നാട്ടിലുണ്ട്, പള്ളിയിലുണ്ട്, വീട്ടിലുണ്ട്, അങ്ങാടിയിലുണ്ട്, ഷോപ്പിലുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ആ ഖുർആൻ നമ്മളൊന്നെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കണം. ഈ ഖുർആൻ ഇറങ്ങിയ മാസത്തെ നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. അതുകൊണ്ട് ആ ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ അവസാനിക്കുമ്പോഴേക്കിന് ഒരു 3 ഖത്തമെങ്കിലും തീർക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ ഖുർആൻ തുറന്നു വെച്ച് ഓതുന്ന സഹാബത്തിന്റെ ഒക്കെ കാലത്ത് സുബൈ ബാങ്ക് വിളിച്ചിട്ട്, എന്നാൽ അത്താഴത്തിന്റെയും സുബഹിന്റെയും ഇടയിലുള്ള സമയം, അത്താഴത്തിന് എണീറ്റിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ സുബൈ ബാങ്കിന് എത്ര സമയമുണ്ടെന്ന് കണക്കൂട്ടുകയാണ്. അവരിങ്ങനെ അഭിപ്രായപ്പെടുകയാണ്. 50 ആയത്ത് തജ്വീദോടുകൂടി ഓതുന്ന സമയം, 60 ആയത്ത് ഓതുന്ന സമയം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ എന്ന് നമ്മൾ പറയണതിന് പകരം ആയത്ത് ഓതുന്ന സമയമാണ് അവർ സമയത്തിന് പോലും കണ്ടത്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഈ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അതുകൊണ്ട് ഈ ഖുർആൻ ഒന്ന് പാരായണം പതിവാക്കി മാറ്റുക. പിന്നെ ദിക്ർ ദുആകളിലൊക്കെ മുഴുകേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. നല്ല വാക്കുകൾ പറഞ്ഞ് പരമാവധി പുണ്യങ്ങളും നന്മകളൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ നോമ്പുകാരൻ്റെ പകൽ സമയത്തെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം. ഉറങ്ങിത്തീർക്കൽ മാത്രമല്ല നോമ്പ് ഹയാത്താക്കണം. മാത്രല്ല വിഭവങ്ങളും സൽക്കാരങ്ങളും ഉണ്ടാക്കലാണ് നോമ്പ് എന്ന് നമ്മുടെ സഹോദരിമാർ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് ആഘോഷമല്ല, ഇത് ആരാധനയുടെ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ അടുക്കളകൾക്കൊരു വിശ്രമം നൽകി പരമാവധി അതൊക്കെ ലളിതമാക്കി പ്രിയപ്പെട്ടവരെ, ആരാധനകൾക്ക് വേണ്ടി സഹോദരിമാരെ നിങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കണമെന്നാണ് വിനയത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് റമദാനാണ്. സൽക്കാരൊക്കെ ഇത് കഴിഞ്ഞാലും ഉണ്ടാക്കാം. പക്ഷെ റമദാനിലെ നന്മ റമദാനിൽ തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ പക്വതയോടെ, വിവേകത്തോടെ, തന്റേടത്തോടെ, ബുദ്ധിപരമായി ഇടപെട്ടുകൊണ്ട് റമദാനിന്റെ ദിനരാത്രങ്ങളെ നമ്മൾ നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു ഇബാദത്തിലാണ് നോമ്പുകാരായ നമ്മൾ എന്ന് നമ്മൾ അറിയണം. നമ്മുടെ സമയം വിലപ്പെട്ടതാണെന്ന് നമ്മൾ അറിയണം. നമ്മുടെയൊക്കെ കയ്യിൽ മൊബൈലുണ്ട്. ലോക വാർത്ത മുഴുവൻ അറിയണമെന്ന് നിർബന്ധമല്ല, പക്ഷേ അറിഞ്ഞേ മതിയാകൂ എന്ന തീരുമാനത്തിൽ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ഉണ്ട്. പക്ഷെ ഖുർആന്റെ മുമ്പിൽ എത്ര സമയമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലവഴിക്കാറുള്ളത്?
അതുകൊണ്ട് ഒന്ന് ആലോചിക്കണമെന്നാണ് വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഹുലാ ഗോത്രത്തിലെ 2 പേര് വന്ന് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് മുസ്ലിമായ സംഭവം പറയുന്നത്. അതിലൊരാള് അടുത്ത് തന്നെ യുദ്ധക്കളത്തിൽ ഷഹീദായി, രണ്ടാമത്തെയാള് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടത്. പക്ഷേ സ്വർഗത്തിൽ പ്രവേശിച്ചത് ആദ്യം രണ്ടാമത്തെയാളാണ്. ശുഹദാക്കൾക്കാണ് ഏറ്റവും നല്ല ദർജ ഉള്ളത്. ആ ഷഹീദിനു മുമ്പ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു അവസരം നൽകിയത് പിന്നീട് സാധാരണ മരണം നടന്ന രോഗിയായി കിടന്ന് മരിച്ച 1 കൊല്ലം കൂടി ജീവിച്ച ആ സുഹൃത്തിനാണ്. അപ്പൊ അന്വേഷിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറയാണ്, അദ്ദേഹം നിങ്ങളുടെ കൂടെ 1 കൊല്ലം ജീവിച്ചില്ലേ? അതെ. ആ 1 കൊല്ലത്തിൽ അയാൾക്കൊരു റമദാൻ കിട്ടിയില്ലേ? അതെ. ആ റമദാനാണ് അയാളെ ഒരു ഷഹീദിന്റെ ദർജയെക്കാളും ഉയർത്തിയത്, വളർത്തിയത്, മികച്ചതാക്കിയത് എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്. അപ്പൊ റമദാൻ ആ സ്വഹാബിയുടെ ജീവിതത്തിൽ മാറ്റത്തിന് നിമിത്തമായി. നമ്മൾ ആലോചിക്കുക, ഇതെന്റെ ജീവിതത്തിന്റെ ഒരു പക്ഷേ അവസാനത്തെ റമദാനാകുമോ? കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന പലരെയും ഈ പള്ളികളിൽ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിച്ച് നമ്മൾ മറവ് ചെയ്തു. ഈ റമദാനിൽ അവർ കൂടല്ല, പക്ഷെ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പില്ല. അതുകൊണ്ട് ഈ ലഭിച്ച റമദാൻ എൻ്റെ ജീവിതത്തിലെ അവസാന റമദാനായേക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ റമദാനിനെ നമുക്ക് വേണ്ടി സ്വന്തമാക്കാൻ ഉപയോഗപ്പെടുത്താനുള്ള താല്പര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വതക്കക്ക് ഏറ്റവും പുണ്യം നൽകുന്ന ലഭിക്കുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. അല്ലാഹുവിന്റെ റസൂൽ പോലും ഒരു ആഞ്ഞു വീശുന്ന കാറ്റിനെ പോലെ വളരെയധികം ദാനശീലനായിരുന്ന മാസമായിരുന്നു വിശുദ്ധ റമദാൻ. അതുകൊണ്ട് ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ള ഈ പള്ളി, അള്ളാഹുവിന്റെ ഭവനം, കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. 5-6 ലക്ഷം രൂപ അതിന് ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറെ ആളുകൾ കേട്ടറിഞ്ഞുകൊണ്ട് അവരറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ സമീപിച്ചപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുകയും വളരെ നല്ല നിലക്ക് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ അത് അറിയാത്തതുണ്ട്, അവരെയും കൂടി ഈ കാര്യം അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ പള്ളിയാണ്, റമദാൻ മാസാണ്. പിന്നെ ഈ ദാനധർമ്മം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ ആ വരുന്ന ആളെയോ അത് കൈകാര്യം ചെയ്യുന്നവരെ മുഖമല്ല നമ്മൾ കാണേണ്ടത്. ഈ കൊടുക്കുന്നത് എൻ്റെ വിയർപ്പിന്റെ വിഹിതമാണ്, എൻ്റെ പരലോകത്തേക്കുള്ള അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കലാണ്. ഇത് പടച്ചോന് കടം കൊടുക്കുകയാണ്, തിരിച്ച് പടച്ചോന് ഇരട്ടികളായി ഇങ്ങോട്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഇസ്ലാമിലെ ദാനധർമ്മം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരിക്കലും നഷ്ടമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ നവീകരണ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള ഈ നവീകരണ പ്രവർത്തനങ്ങൾ, സൗകര്യപ്പെടുത്തലുകൾ, നമുക്ക് വേണ്ടി നമ്മുടേതായ സംവിധാനങ്ങളോട് ഇണങ്ങുന്ന രീതിയിൽ ശാന്തമായി പള്ളികളിൽ വന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനും എഴുത്തിക്കാഫിരിക്കാനും ഒക്കെ വിശ്വാസികൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള സൗകര്യങ്ങൾ പള്ളികളിലും ഒരുക്കുക എന്നുള്ള സംവിധാനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപാട് നല്ല മനസ്സുകൾ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്, വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതൊരറിയിപ്പായി കണ്ട് ഇന്ന് ജുമാക്ക് വന്ന ഈ കൂട്ടത്തിലുള്ള മുഴുവൻ വിശ്വാസികളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സംഖ്യ, ഒരു വിഹിതം ഇൻഷാ അല്ലാഹ് ആ പ്രവൃത്തിയിലേക്ക് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ കമ്മിറ്റി ഏൽപ്പിച്ച് 2-3 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ആ പ്രവർത്തനം ഭംഗിയായി ഉത്തരവാദിത്തത്തോടുകൂടി ചിട്ടയോടെ ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇത് അള്ളാഹുവിന്റെ വഴിയിലേക്കുള്ള ദാനധർമ്മമാണ്, അതുറപ്പാണ്, അപ്പുറത്തേക്കുള്ള സമ്പാദ്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുക. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. പ്രതിസന്ധികളിലൂടെയാണ് മുസ്ലിം ലോകവും നമ്മുടെ രാജ്യത്തുള്ള വിശ്വാസികളും സഹോദരങ്ങളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, CAയുടെയും NRCയുടെയും ഒക്കെ വിഷയങ്ങൾ വികാരപരമായി നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ആളുകളെ പ്രകോപിപ്പിക്കുന്ന രീതികൾ നമുക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവമായ ശ്രമം
ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വാസികളായ നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വിവേകത്തോടുകൂടി പക്വതയോടുകൂടി വികാരപ്രകടനമല്ല പ്രധാനമെന്ന് മനസ്സിലാക്കി നിയമത്തിന്റെ വഴിയിലൂടെ വിവേകപരമായ ഇടപെടലുകളിലൂടെ അതിനേക്കാളുപരി എല്ലാറ്റിനും മീതെ പടച്ച റബ്ബുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന ഈ മാസത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതാണ് എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമെന്നത് നമ്മൾ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചൂട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹീതമായ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവന്റെ അനുഗ്രഹം മഴ നമ്മുടെയൊക്കെ മേൽ വർഷിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു അവന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ റമദാനിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളും എല്ലാ പുണ്യങ്ങളും പരമാവധി നേടിയെടുത്തുകൊണ്ട് റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. റമദാനിന്റെ ഹുർമത്തുകൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ അള്ളാഹു ആയുരാരോഗ്യം റമദാൻ കൊണ്ട് വിജയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء الدين. اللهم شتت شمل الكافرين. اللهم مزق شمل الكافرين. اللهم انصر إخواننا المسلمين في كل مكان يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.